ഹലോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണേ. ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ ഒരുക്കുകയാണേ. അച്ചും പീലിയൊക്കെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. ഹരിനന്ദനും എത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അവരെ നേരത്തെ പോയി കൂട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ രഞ്ജിത്തേട്ടൻ. അപ്പോൾ ഇതാ കുഞ്ഞിപ്പെണ്ണിന് പാദസരം ഇട്ട് കഴിഞ്ഞ് പിന്നെ അരഞ്ഞാണം കെട്ടി പിന്നെ വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണേ. കൂട്ടിക്കൊണ്ടുപോകണം മുഹൂർത്തം രാവിലെ തന്നെയാണ് കേട്ടോ. 10:30 ആകുമ്പോഴത്തേന് ഇറങ്ങണം എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ അച്ചുട്ടിന് ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ മോതിരം ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മോതിരം ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതിന് അവരെല്ലാം എത്തിയിട്ടോ. അച്ചുട്ടിൻ്റെ അച്ചമ്മയും പാപ്പനും മേമയും ഒക്കെ ആണേ വന്നത്. അച്ചുട്ടൻ മേമേൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. 3 മാസം എത്ര പെട്ടെന്നാണെന്നറിയോ പോയത്. കുഞ്ഞിപ്പെണ്ണിന് പോകാനുള്ള ദിവസം വേഗം ആയ പോലെ തോന്നുകയാണേ. അച്ചുട്ടിന് സുന്ദരനായിട്ടുണ്ട് കേട്ടോ. അച്ചുട്ടൻ അവരെ കണ്ട സന്തോഷത്തിലാണേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുകയാണേ. അപ്പോൾ അച്ചുട്ടൻ അച്ചമ്മേൻ്റെ അടുത്ത് ആണിപ്പോൾ കേട്ടോ. പിന്നെ എല്ലാവരും ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിൽ ചായ കുടിക്കാൻ പോവുകയാണ്. രാവിലെ തന്നെ അതിനെക്കൊണ്ട് കുറച്ച് ഭക്ഷണം പുറത്തുനിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പൊറോട്ട, നൂൽപുട്ട്, വെള്ളപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടായിരുന്നത് ഇതിലേക്ക്. അങ്ങനെ എല്ലാവരും ചായ കുടിക്കുകയാണ്. അച്ചുട്ടിനെന്താ ഓരോന്ന് വർത്തമാനം പറഞ്ഞ് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. കുഞ്ഞിമോളും ഞങ്ങളും ഒക്കെ കൂടിയുള്ള കുറേ ഫോട്ടോസ് എടുത്തേ. ഫോട്ടോ എടുക്കുന്നതൊന്നും കുഞ്ഞിപ്പെണ്ണ് അറിയണമെന്നില്ല കേട്ടോ. അവൾ നല്ല ഉറക്കത്തിലായിരുന്നേ. പിന്നെ അവൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ രഞ്ജിത്തേട്ടൻ വണ്ടിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം പോകാനുള്ള സമയമായി തുടങ്ങി കേട്ടോ. അപ്പോൾ കുഞ്ഞാവനെ അച്ചമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അമ്മ. ഇങ്ങനെ കുറേ എന്തൊക്കെയോ ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അവരിറങ്ങായിട്ടോ. അവർക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എത്താൻ. ചാത്തമംഗലത്ത് എത്തണേ. അതിനെക്കൊണ്ട് ഇവിടുന്ന് 10:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അച്ചുട്ടനെ ഇതാക്കണം ചെരുപ്പൊക്കെ ഇട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അമ്മ കുഞ്ഞാവനെ എടുത്ത് ബാക്കിലിരിക്കുന്നുണ്ട്. പിന്നെ അത് അച്ചുട്ടൻ എല്ലാവരോടും യാത്ര പറയണ തിരക്കിലാണ് കേട്ടോ. അമ്മൂമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് പിന്നെ ഇത് എനിക്കും ഉമ്മയൊക്കെ തരികയാണ് കേട്ടോ. നാളെ വരാം, എപ്പോഴാണ് വരിക എന്ന് നോക്കിയപ്പോൾ നാളെ വരാമെന്നൊക്കെ കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാക്കണം ഓടിപ്പോയി കാറ് കയറാനുള്ള തിരക്കാണ് കേട്ടോ അവന്. പിന്നെ ഇതാക്കണം പീലിക്കുട്ടിക്ക് ഉമ്മ കൊടുക്കുകയാണ്. പീലിക്കുട്ടീൻ്റെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പം ആ കമ്പനി പോകുന്ന ഒരു ദുഃഖത്തിലാട്ടോ പീലിക്കുട്ടി. അപ്പോൾ ഇതാക്കണം വണ്ടിയിലൊക്കെ കയറി എല്ലാവരും പോകാൻ ആയിട്ടോ. ഇതാക്കണം കാറ് പോവുകയാണേ. ഇതാ എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞ് അവർ പോയിട്ടോ. ഇപ്പം എന്തോ ഒരു ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ എല്ലാവരും. അപ്പം ബായ്.